നമസ്കാരം. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് 9ാമത്തെ ചാപ്റ്റർ വളരെ അടിപൊളി ചാപ്റ്ററാണ് എന്നൊന്നും ഞാൻ പറയില്ല. ഇൻ്റഗ്രേഷനൊക്കെ വരുന്നത് കൊണ്ട് കുറേ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നൊരു ചാപ്റ്റർ ആയിരിക്കും. പക്ഷേ ഇതിലെ ചോദ്യങ്ങളൊക്കെ നല്ല രസകരമായിട്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻ്റഗ്രേഷൻ നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിക്കണം. വാല്യൂസോ അല്ലെങ്കിൽ ഫംഗ്ഷൻസോ ഒക്കെ മാറിയിട്ട് ചോദിച്ചേക്കാം. പക്ഷേ ടൈപ്പ് ഇത് തന്നെയായിരിക്കും. കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം നോക്ക്. റൈറ്റ് ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ. എന്താ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഇക്വേഷനിൽ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്ക്, d²y/dx² dy/dx ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ എന്താ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ഇറ്റ്സ് ഓർഡർ? എന്തായിരിക്കും ഓർഡർ എന്ന് പറഞ്ഞാൽ, ഇതിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കും. ഇവിടെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവാണ്. dy/dx. d²y/dx² എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവാണ്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഏതാ? സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2, സെക്കൻഡ് 2. ഇനി ഇതിൻ്റെ ഡിഗ്രി ചോദിക്കും നിങ്ങളോട്. വാട്ട് ഈസ് ഇറ്റ്സ് ഡിഗ്രി? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി അത് ഫൈൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ടല്ലോ, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇതിൻ്റെ പവർ എത്ര നോക്കുക. ഇതിൻ്റെ പവർ ആക്ച്വലി ഒന്നുമില്ല. പവർ കുറവാണെന്നാണോ? അല്ല, ഇതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, അതായത് ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ പവറിൽ 1 ഉണ്ടെന്നല്ലേ അർത്ഥം. 3 എന്ന് പറഞ്ഞാൽ 3⁻1 എന്നല്ലേ അർത്ഥം. സോ അതിൻ്റെ, അതായത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ അതിൻ്റെ പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിഗ്രി ഓഫ് ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? 1. ചോദ്യം ഡിഗ്രിയാണ്. ഞാൻ വെറുതെ ഓർഡറും പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത് നോക്കും. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടെയ്ൻ 3 ആർബിട്രറി കോൺസ്റ്റന്റ്. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, ശരിയാണേ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും, ഒരു ജനറൽ സൊല്യൂഷൻ ഉണ്ടാവും. ജനറൽ സൊല്യൂഷൻ ഉണ്ടാവും, പെർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ടാവും. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോൾവ് ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യട്ടോ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു y = എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ, അതിൽ നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് എക്സിനും വൈക്കും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ കിട്ടും. അതാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓരോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതായത് ആർബിട്രറി കോൺസ്റ്റന്റ്, ജനറൽ സൊല്യൂഷനിലുള്ള ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറിന് സെയിം ആയിരിക്കും. നോട്ട് ദ പോയിന്റ്. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് ഇൻ ജനറൽ സൊല്യൂഷനിൽ മാത്രം കേട്ടോ. ഡിഫറൻഷ്യൽ സൊല്യൂഷൻ, പെർട്ടിക്കുലർ സൊല്യൂഷനിൽ എന്തുണ്ടാകൂല? ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടാവില്ല. ആ കോൺസ്റ്റന്റിനൊക്കെ പകരം നമ്മൾ എക്സും വൈ ഒക്കെ കൊടുത്ത ഒരു കോൺസ്റ്റന്റിൻ്റെ ഒരു വാല്യൂ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് ഇൻ ജനറൽ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ആണ് എന്ത്? അതിലുള്ള ആർബിട്രറി കോൺസ്റ്റന്റ്. ഏതിലുള്ള? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനിലുള്ള ആർബിട്രറി കോൺസ്റ്റന്റിന് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടെയ്ൻ 3 ആർബിട്രറി കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. സോ ഓർഡർ ഈസ് 3. ഇതാണ് നമ്മുടെ സംഭവം. കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം പഠിച്ചു വെക്കുക. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനിലുള്ള ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറിന് സെയിം ആയിരിക്കും. ഇനി തിരിച്ചോ, പെർട്ടിക്കുലർ സൊല്യൂഷനിലുള്ളതോ? പെർട്ടിക്കുലർ സൊല്യൂഷനിൽ ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടാകില്ല. ഓക്കെ, റെഡി. ആൻഡ് അടുത്ത് നോക്കേ, ദ ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ ആദ്യം ഇവിടുത്തെ ഓർഡർ പറയട്ടെ. ഓർഡർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓർഡർ ഏതാണ്? 2 അല്ലേ വരുന്നത്? 2. ആൻഡ് ഡിഗ്രി എന്താ ഇവിടെ? ഇവിടെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. അതെന്തുകൊണ്ടാണ് ഡിഗ്രി ഇവിടെ ഡിഫൈൻഡ് അല്ലാത്തത്? നോക്കിക്കോ, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ട് ഡിഗ്രി ഇവിടെ ഡിഫൈൻഡ് അല്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് മാത്രമേ ഡിഗ്രി ഉണ്ടാവും. ഓർഡർ ഉണ്ടാകും, പക്ഷെ എന്തുണ്ടാകില്ല? ഡിഗ്രി ഉണ്ടാകില്ല. ഇതൊരു പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ? അല്ല. ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വൈ? എന്തുകൊണ്ട്? ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ ബേസിക്കലി എഴുതേണ്ടത് sin x sin y എന്നൊക്കെ അല്ലേ. പക്ഷെ അതിന് പകരം sin dy/dx വന്നു. അപ്പോൾ അതാ എക്സാമ്പിൾ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, sin dy/dx, അതേപോലെ തന്നെ e⁻x വരേണ്ടടുത്ത് e⁻y', അല്ലെങ്കിൽ ഇതാ cos d²y/dx². ഇങ്ങനെയൊക്കെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്താകൂല? പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകൂല. ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡിഗ്രി എന്താകും? നോട്ട് ഡിഫൈൻഡ് ആകും. ഡിഗ്രി ഉണ്ടാകില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇനിതാ ഈ ഒരു ചോദ്യം നോക്കി. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാകും. y = എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സൊല്യൂഷൻ ചെയ്തു.
അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ, ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള സൊല്യൂഷൻ ആണ് ഇത്. അതാണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മുടെ കർമ്മം. നോക്കിക്കോ, വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²y/dx² + dy/dx - 6y = 0, കുറച്ച് ഡെറിവേറ്റീവ് അറിഞ്ഞിരിക്കണം, കുറച്ച് ഇൻ്റഗ്രൽസും അറിഞ്ഞിരിക്കണം. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ dy/dx വേണം, d²y/dx² വേണം. ഞാൻ ആദ്യം തന്നെ y = e⁻ (3x) ഇതാണല്ലോ ഫംഗ്ഷൻ. ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് dy/dx = എങ്ങനെയാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? e⁻x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ e⁻x തന്നെ. അപ്പോൾ e⁻3x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ e⁻3x ആണ്. പിന്നെ ഈ -3x ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, കാരണം എക്സിന് പകരം ഇവിടെ വന്നത് -3x ആണ്. അപ്പോൾ നിങ്ങൾ ചെയിൻ റൂൾ പ്രകാരം ആ -3x കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. -3x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ -3 വരിക, അപ്പോൾ × ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, അതായത് ഇപ്പം കിട്ടിയത് എന്താണോ അതിനൊന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. -3 അവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ e⁻3x കോൺസ്റ്റന്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണ്ടല്ലോ. e⁻3x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ e⁻3x തന്നെ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ -3x ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് നോക്ക്, e⁻3x. ആ -3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ പിന്നെ കിട്ടുക? അതിന് നിങ്ങൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നോക്ക് ആൻസർ. നേരത്തെ ഓൾറെഡി ഉള്ള -3 ആണ് ഇത്. -3 × -3 9 e⁻3x. ഇതാണ് അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ട രണ്ട് കാര്യങ്ങളും നമുക്കത് വെരിഫൈ ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വെറുതെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് എടുത്ത് നോക്കും. വാട്ട് ഈസ് ഇറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? d²y/dx² + dy/dx - 6y. ഇനി ഇത് തന്നെയാണോ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്ത് കൊടുത്താൽ മതി. വാട്ട് ഈസ് d²y/dx²? 9 e⁻3x + വാട്ട് ഈസ് dy/dx? -3 e⁻3x. ഓക്കെ, -6 × y എന്താ? e⁻3x. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതല്ലേ. -3 e⁻3x -6 e⁻3x. ഇത് ഓൾറെഡി 9 e⁻3x. -3 -6 -9 അല്ലേ? അപ്പം -9 e⁻3x എന്ന് കിട്ടും. ഇനി നിങ്ങൾ പറ, ഇത് രണ്ടുകൂടിയും സോൾവ് ചെയ്താൽ എന്താ കിട്ടുക? 0. അപ്പോൾ നോക്ക്, LHS 0. ഈ LHS തന്നെയല്ലേ അവിടെ നിങ്ങൾക്കുള്ള RHS ഒന്നും നോക്കിക്കേ. അതെ, അപ്പോൾ LHS RHS സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y = e⁻3x ആണ്. അപ്പോൾ y = e⁻3x ഈസ് സൊല്യൂഷൻ ഓഫ് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഗിവൺ DE എന്നാട്ടോ ഞാൻ എഴുതുന്നത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത്രയുള്ള പരിപാടി. ഇതാണ് ഒരു ടൈപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം. ഇനി അടുത്തത് നോക്കിക്കോ. ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ ഞാനിതാ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തരാം, എന്നിട്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. നോക്കിക്കോ, സംഭവം സിമ്പിളാ. ഫൈൻ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഡിഗ്രിയും ഓർഡറും 1 ആയിട്ടുള്ള, ഇത് ഡിഗ്രി 1 അല്ലേ, ഇതിൻ്റെ ഓർഡറും 1 അല്ലേ, കാരണം dy/dx ഫസ്റ്റ് ഓർഡറാണ്, ഇതിൻ്റെ പവറിൽ വരുന്നത് 1 ആണ്. അപ്പോൾ ആ ഓർഡറും ഡിഗ്രിയും 1 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഞാൻ കുറച്ച് 2-3 ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ദിസ് ഈസ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. ഇതെങ്ങനെയാണ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണെന്ന് മനസ്സിലാക്കുക. അതായത് രണ്ട് ഫംഗ്ഷൻ ഇങ്ങനെ ഇൻറ്റു ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ dy ഇവിടെ ഉണ്ടാവും, dx അവിടെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ dy-യും dx ഒക്കെ, അതായത് dy ഉള്ള ടേമുകളൊക്കെ ഒരു ഭാഗത്ത് വരണം, അവിടെ dy ഉണ്ടായിരിക്കണം. എക്സ് ഉള്ളതൊക്കെ ഒരു ഭാഗത്ത് വരണം, അവിടെ dx ഉണ്ടായിരിക്കണം. വേരിയബിൾ സെപ്പറബിൾ എന്ന് നമ്മൾ പറയാം. എക്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും, വൈനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. എക്സ് ഉള്ള ഭാഗത്തൊരു dx വരും, y ഉള്ള ഭാഗത്തൊരു dy വരും. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾ നോക്കണേ, അതിന് dy-യും dx എവിടെ വരണം? ന്യൂമറേറ്റർ വരെയും വേണം. അതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ഇനി നമ്മൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, dy ഇവിടെ ന്യൂമറേറ്ററിലുണ്ട്. അപ്പോൾ ഈ dy ഉള്ളിടത്തേക്ക് ആര് വരണം? ഈ × 1 + y² വരണം. ഓക്കെ, dy ഉള്ളിടത്തേക്ക് × 1 + y² വന്നാൽ ബൈ ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, dy/1 + y². ആൻഡ് ഇവിടെ ഓൾറെഡി 1 + x² ഉണ്ട്. ബൈ dx, അത് ന്യൂമറേറ്ററിലേക്ക് വരേണ്ട എന്തായാലും. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകും × dx. ഇനി എന്താ ചെയ്യുക? ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് മക്കളെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇന്റഗ്രൽ 1/1 + x² dx എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് x ആണ്. അപ്പോൾ ഇന്റഗ്രൽ 1/1 + y² dy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താ? tan ഇൻവേഴ്സ് y. ഇതാണ് ഇവിടുത്തെ ആൻസർ. 1x², 1 dx, ഇന്റഗ്രൽ 1 dx എന്താ? x ആ. പ്ലസ് ഇന്റഗ്രൽ x² എന്താ? x⁻2 + 1/2 + 1, അതായത് x³ 3 + c. അപ്പോൾ ഇത്ര മതിയോ ആൻസർ? ഇത്ര മതി ആൻസർ. ഇതാണ് എന്ത്? ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി y = ഇവിടെ വെച്ചിട്ട് tan ഇൻവേഴ്സ് അങ്ങോട്ട് പോകുമ്പോൾ tan എന്ന് പറഞ്ഞു വരും. tan ഓഫ് x + x³ 3 + c. അതൊന്നും എഴുതണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. 2 സ്റ്റെപ്പേ ഉള്ളൂ.
3 സ്റ്റെപ്പും 4 സ്റ്റെപ്പും ആക്കി നിങ്ങൾക്ക് എഴുതാം. ആൻഡ് ഒരൊറ്റ സ്റ്റെപ്പിലും പരിപാടി വേണേൽ തീർക്കാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത്ര എഴുതിയാൽ മതി, 2 മാർക്ക് കിട്ടും. റെഡിയാണ്, നോ പ്രോബ്ലം. ഇനി ഞാൻ വേറൊരു ചോദ്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇത് നോക്കണേ. സ്ലോപ്പ് ഓഫ് tangent to a curve at any point is twice the x coordinate of the point if the curve passes through the point 1, 4. Find its equation. അപ്പോൾ ഞാനിവിടെ പറയുന്ന കാര്യം ഞാനൊന്ന് വെറുതെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. അതായത് ഒരു കേവ് ഉണ്ട്, y = f(x) എന്ന് പറയുന്ന ഒരു കേവ്. അപ്പോൾ ഈ കേവിൻ്റെ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ്. അപ്പോൾ ഈ ടാൻജൻറ്റിൻ്റെ കേവ് എന്ന് പറയുന്നത് ഇത് ഞാൻ ആദ്യം പറഞ്ഞു തരാണ് കേട്ടോ. ഈ കേവിൻ്റെ ടാൻജൻറ്റ് അതിൻ്റെ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്, സ്ലോപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് വിളിക്കുന്നത് നമ്മൾ dy/dx, അതായത് ഈ ഫംഗ്ഷൻ y ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും എന്നറിയോ? ആ കേവിൻ്റെ, അതായത് y = f(x) എന്ന് പറയുന്ന ഒരു കേവ് ഉണ്ട്. ആ കേവിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ dy/dx എന്ന് പറയാം. അപ്പോൾ നോക്ക് ഇവിടെ, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ടു എ കേവ്, y = f(x). അതാരാ? dy/dx. അപ്പോൾ dy/dx, ഞാൻ ഇതിലൊരു ജനറൽ പോയിന്റ് എടുക്കാം. അറ്റ് എനി പോയിന്റ് xy എന്ന് പറയുന്ന ഒരു പോയിന്റിലാണെന്ന് വിചാരിച്ചു. xy എന്ന് പറയുന്ന പോയിന്റ് അതിലൊരു ജനറൽ പോയിന്റ്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ടു കേവ് അറ്റ് എനി പോയിന്റ്, അതായത് dy/dx എന്ന് പറയുന്നത് അതെന്താ നോക്ക്. ഏതൊരു പോയിന്റ് xy കൂടി പാസ് ചെയ്യുകയാണെങ്കിലും ഈസ് ട്വൈസ് ദ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, അതിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 times 2x. അപ്പോൾ നിങ്ങൾ നോക്കി, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ y = എന്ന് പറഞ്ഞ് കിട്ടുന്നതായിരിക്കും എന്ത്? നിങ്ങളുടെ ആ കേവ്. കാര്യം മനസ്സിലായോ? അപ്പോൾ നോക്കിക്കോ, എക്സ് ഉള്ളതൊക്കെ ഒരു ഭാഗത്ത് വരണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ y ഉള്ളതില്ലല്ലേ, പ്രശ്നമില്ല. dy മാത്രം ഇവിടെ നിൽക്കട്ടെ. ഈ dx അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ 2x dx എന്ന് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രൽ dy ഇങ്ങനെ വരാം. അടുത്ത സ്റ്റെപ്പിൽ ചെയ്തല്ലേ, നോക്കിക്കേ. ഇൻ്റഗ്രൽ dy ആൻഡ് 2 കോൺസ്റ്റൻ്റ് അതുകൊണ്ട് പുറത്തിടാം. ഇൻ്റഗ്രൽ x dx. ഡിവൈന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി y ആ കിട്ടുക. 2 അവിടെ ഉണ്ട്. ഓക്കെ, എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? x²/2 അല്ലേ, പ്ലസ് c. ഈ 2ഉം 2ഉം വെട്ടിക്കൂടെ എനിക്ക്? 2ഉം 2ഉം വെട്ടിയിട്ടുണ്ടെങ്കിൽ y = x² + c. ഇതാണ് ആക്ച്വലി എന്ത്? ആ കേവ് xy എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുമ്പോഴുള്ള ആ കേവ്. അതായത് ജനറൽ സൊല്യൂഷൻ ഓഫ് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാ. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയടാ? നോക്കിക്കേ, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, അതായത് x കോർഡിനേറ്റും y കോർഡിനേറ്റും 1ഉം 4ഉം ആകുന്ന സമയത്തുള്ള ആ കേവിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നോക്ക്, when passes through 1, 4 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ട 2 കാര്യം. ഒന്ന് എക്സും ഒന്ന് വൈയും ആയിട്ട് എടുക്കാം. എന്നിട്ട് ആ എക്സും വൈയും ഇതിലൊന്ന് റീപ്ലേസ് ചെയ്യും. നോക്കിക്കേ, y റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇത് y = x² + c എന്നല്ലേ. അപ്പോൾ നിങ്ങൾ വൈക്ക് പകരം 4 കൊടുക്കുന്നു. ഓക്കെ, എക്സിന് പകരം 1 കൊടുക്കുന്നു, 1² + c. നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനാണ് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ സിക്ക് ഒരു വാല്യൂ കിട്ടും. ഇത് നോക്ക്, ഇവിടെ ഒരൊറ്റ ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണുള്ളത് c. ആ സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ എക്സിൻ്റെയും വൈൻ്റെ ആ കോർഡിനേറ്റ് ഇതിൽ കൊടുത്താൽ മതി. അപ്പോൾ നോക്കേ, 4 - 1 എന്ന് പറഞ്ഞാൽ c. അപ്പോൾ സിയുടെ വാല്യൂ എന്താ? 3. അപ്പോൾ സിയുടെ വാല്യൂ 3 ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് പെർട്ടിക്കുലർ സൊല്യൂഷൻ. നോക്ക്, പെർട്ടിക്കുലർ സൊല്യൂഷൻ ഇക്വേഷൻ ഓഫ് കേവ് 1, 4 കൂടെ പാസ് ചെയ്യുന്ന സമയത്തുള്ള ആ കേവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നോക്കിക്കോ, സിക്ക് പകരം 3 കൊടുത്താൽ y = x² + c എന്നുള്ളടുത്ത് നമ്മൾ സിക്ക് പകരം 3 കൊടുക്കും. അപ്പോൾ y = x² + 3. ഇതാണ് എന്ത്? ഇക്വേഷൻ ഓഫ് ദി കേവ് വെൻ പാസിങ് ത്രൂ 1, 4. ഇത്രയുള്ളൂ പരിപാടി. ഇതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Find the general solution of differential equation sec²x tan y dx plus sec²y tan x dy. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? dy/dx എന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഇതങ്ങോട്ട് കൊണ്ടുപോകാം. ആൻഡ് ഈ dxന് ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടുണ്ട് dy/dx എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ y ഉള്ളിടത്ത് dy വരണം, x ഉള്ളിടത്ത് dx വരണം. ഞാൻ ഇതിലൊന്ന് മാറ്റി ചെയ്തിട്ടെ, ഇങ്ങനെ sec²x tan y dx. ഈ പ്ലസ് ഉള്ളത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മൈനസ് sec²y tan x dy അല്ലേ. പ്ലസ് ഉള്ളത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. ഓക്കെ, എക്സ് ഉള്ളതൊക്കെ ഒരു ഭാഗത്ത് വേണം ആൻഡ് ഡി എക്സ് ന്യൂമറേറ്ററിൽ വേണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് sec²x dx. ഇവിടെ tan x ഇല്ലേ, അത് ഇങ്ങോട്ട് വന്നൂടെ? tan x വന്നാൽ tan x അല്ലേ? അതെ. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ sec²y മൈനസ് ഉണ്ട്. അപ്പം മൈനസ് sec²y
ഇവിടെ ഡി വൈ ഉണ്ട് ആൻഡ് ഇവിടെയുള്ള ഈ ടാൻ വൈന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബൈ ടാൻ വൈ എന്നും പറഞ്ഞ് വരൂലേ? തീർച്ചയായിട്ടും. ഇനി രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ഇവിടെ മൈനസ് പുറത്തിട്ടിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇനി നോക്കണേ, നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇൻ്റഗ്രേഷനിൽ പഠിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും ഉണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി, ഇതാണ് ആൻസർ കിട്ടുക. അപ്പോൾ നോക്ക്, ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഇത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഇത് ഫംഗ്ഷൻ, ശരിയല്ലേ? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്സ് സ്ക്വയർ എക്സ്, ടാൻ വൈയുടെ ഡെറിവേറ്റീവ് ആണ് സീക്സ് സ്ക്വയർ വൈ, അതും ശരി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോ, ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നല്ലേ പറഞ്ഞത്? ഫംഗ്ഷൻ എന്താ? ടാൻ എക്സ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ലോഗ് മോഡ് ടാൻ എക്സ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഒരു മൈനസ് ഉണ്ട് ആൻഡ് ഇതിൻ്റെ അത് വരിക ലോഗ് മോഡ് ഫംഗ്ഷൻ എന്താ? ടാൻ വൈ, ലോഗ് മോഡ് ടാൻ വൈ പ്ലസ് സി. ഓക്കെ, ഈ മൈനസ് ലോഗ് ടാൻ വൈ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവില്ലേ? അപ്പോൾ ഞാൻ ആ മോഡ് ഒഴിവാക്കിക്കോ, പ്രശ്നമൊന്നുമില്ല. ലോഗ് ടാൻ എക്സ് പ്ലസ് ലോഗ് ടാൻ വൈ എന്ന് കൊടുത്തു, ലോഗ് ടാൻ വൈ വിച്ച് ഈസ് ഈക്വൽ ടു സി. ആൻഡ് നിങ്ങൾ പഠിച്ചിട്ടുള്ള വേറൊരു കാര്യം ഇല്ല, നോക്കണേ, ലോഗ് എ പ്ലസ് ലോഗ് ബി ആണെങ്കിൽ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് എ ബി. ശരിയാ? അപ്പോൾ ഇതിനെ എനിക്ക് മാറ്റിയിട്ട് ഇങ്ങനെ എഴുതി കൂടെ നോക്ക്, ലോഗ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ എന്ന് പറയുന്നത് ലോഗ് എ ബി അല്ലേ? അപ്പോൾ ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ലോഗ് എ പ്ലസ് ബി ആണെങ്കിൽ എടാ നോക്ക്, ലോഗ് എ പ്ലസ് ലോഗ് ബി ആണെങ്കിൽ ലോഗ് എ ബി, ലോഗ് ടാൻ എക്സ് പ്ലസ് ലോഗ് ടാൻ വൈ ആണെങ്കിൽ ലോഗ് ടാൻ എക്സ് ടാൻ വൈ. ഓക്കെ, ഇത്ര മതിയോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആക്കി ഇത് എഴുതാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ലോഗ് എവിടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്സ്പോണൻസ് എടുക്കുക. ടേക്ക് എക്സ്പോണൻസ് ഓൺ ബോത്ത് സൈഡ്, ടേക്ക് എക്സ്പോണൻസ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് ഭാഗത്തും നിങ്ങൾ എന്തെടുക്കുന്നു? എക്സ്പോണൻസ് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കിട്ടുക, ഇവിടെ എടുക്കുന്ന സമയത്ത് ഇ റൈസ് ടു, ഇത് മുകളിലാണ് വരിക, ലോഗ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ വിച്ച് ഈസ് ഈക്വൽ ടു, അവിടെ എടുക്കുന്ന സമയത്ത് ഇ റൈസ് ടു സി. ഇനി അടുത്ത കാര്യം, ഇയും ലോഗും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തു. നോക്ക്, ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സാ. ഓക്കെ, അപ്പോൾ ഇയും ലോഗും ഒരുമിച്ച് വന്നാൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് ആര് മാത്രമേ ഉള്ളൂ? ടാൻ എക്സ് ടാൻ വൈ ആ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ടാൻ എക്സ് ടാൻ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു സി എന്ന് എഴുതുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതെന്തായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റാണ്. എങ്ങനെയായാലും ഇതൊരു കോൺസ്റ്റൻറ്റേ വരും, ഇ റൈസ് ടു സി, കാരണം സി ഒരു കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ അതിനെ നിങ്ങൾ മാറ്റിയിട്ട് ലാസ്റ്റ് ഫൈനലി സി എന്ന് തന്നെ കൊടുത്തോ, അതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ഇനി സി 1 എന്നോ സി 2 എന്നോ എന്ത് കൊടുത്താലും പ്രശ്നമില്ല, അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയും കുറച്ചുകൂടി ഒരു ലെവലാക്കിയിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. ഏതിൽ നിന്ന്? വേരിയബിൾ സെപ്പറബിളിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക, അടിപൊളിയാണ്. ഓക്കെ, ഇനി ഇതാ അടുത്തത്, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഇത് ആക്ച്വലി ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല, 2-3 ക്വസ്റ്റ്യൻ, അതിലൊന്ന് നമുക്കിവിടെ സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, ഇത് ഹോമോജീനിയസ് അല്ലാതെയും ചെയ്യാൻ പറ്റും കേട്ടോ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വെച്ചും ചെയ്യാം. ആൻഡ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കൂടി ഉണ്ടാവാറുണ്ട്, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്, ഷോ ദാറ്റ് ഇറ്റ് ഈസ് ഹോമോജീനിയസ് കൂടിയൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ വെറുതെ അതുകൂടി എഴുതാം, ഷോ ദാറ്റ് ഇറ്റ് ഈസ് ഹോമോജീനിയസ്, ഷോ ദാറ്റ് ഇറ്റ് ഈസ് ഹോമോജീനിയസ്. അത് ഇതിലില്ല, പക്ഷെ ഞാൻ വെറുതെ ആഡ് ചെയ്തു, ഷോ ദാറ്റ് ഇറ്റ് ഈസ് ഹോമോജീനിയസ്. അപ്പോൾ നിങ്ങൾക്ക് ഹോമോജീനിയസ് ആണെന്ന് ഉറപ്പായി അല്ലേ? അപ്പോൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഫ് ഓഫ് എക്സ് വൈ ആയിരിക്കണം, എഫ് ഓഫ് എക്സ് വൈ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ ആദ്യം എടുത്ത് ചെയ്തു. ഇതാ ഡി വൈ ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്. അപ്പോൾ എന്താ ഈ എഫ് ഓഫ് എക്സ് വൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ എഫ് ഓഫ് എക്സ് വൈ. ഇതാ നോക്ക്, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്ന എന്തോ അതാണ് എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഇല്ലേ, അതാണ് എഫ് ഓഫ് എക്സ് വൈ. അതിൽ എക്സിൻ്റെയും വൈൻ്റെയും ടേംസ് മിക്സഡ് ആയിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്നൊന്നും എഴുതാതെ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതുന്നത്, തെറ്റൊന്നുമില്ല. അപ്പോൾ നോക്ക്, എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു സംഭവം എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഇനി എഫ് ഓഫ് എന്താ ഈ ലാംഡ എക്സ് ലാംഡ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഉള്ളിടത്തൊക്കെ ലാംഡ എക്സ് കൊടുക്കുക, വൈ ഉള്ളിടത്തൊക്കെ ലാംഡ വൈയും കൊടുക്കുക. നോക്കണേ, ലാംഡ എക്സ് ലാംഡ വൈ. അപ്പോൾ എക്സ് ഉള്ളിടത്ത് ലാംഡ എക്സ് കൊടുത്തു, വൈ ഉള്ളിടത്ത് ലാംഡ വൈ കൊടുത്തു, ഡിനോമിനേറ്ററിലും ലാംഡ എക്സ് കൊടുത്തു. അതിന് ഇവിടുന്ന് നിങ്ങൾ ഈ ലാംഡ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പുറത്തെടുത്താൽ എക്സ് വരും, ഇവിടെ ലാംഡ പുറത്തെടുത്താൽ വൈ വരും, ഡിനോമിനേറ്ററിലൊരു ലാംഡ എക്സും. നോക്കണേ, ഇത് ഞാൻ ആ ഒരു ഫോമിലേക്ക് ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനിതാ നിങ്ങൾക്ക് ഈ ലാംഡയും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? നോക്ക്, പറ്റും. അങ്ങനെയാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ വരുന്നത് എക്സ് പ്ലസ് വൈ ബൈ എക്സ് തന്നെയല്ലേ, എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഓക്കെ,
അപ്പോൾ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഇത് തന്നെയല്ലേ നിങ്ങളുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്ത ഫംഗ്ഷൻ, ശരിയല്ലേ? അപ്പോൾ ദാ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ ഇറ്റ് ഈസ്, അതായത് ഡി വൈ ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്, ഇറ്റ് ഈസ് ഹോമോജീനിയസ്. ഇതെന്താണ്? ഇറ്റ് ഈസ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അത്രമേ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇത് ഹോമോജീനിയസ് ആണ്. ഇനി എന്ത്, വാട്ട് ഈസ് നെക്സ്റ്റ്? അതാണ് നമ്മുടെ പരിപാടി. ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? ദാ ടു സോൾവ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കണേ, വേറൊരു മെത്തേഡ് തന്നെയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ടു സോൾവ് ഹോമോജീനിയസ്, എത്ര എഴുതുന്നില്ലേ, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലെറ്റ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വൈ ബൈ എക്സ് ഈക്വൽ ടു വി എന്നെടുക്കുക, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു വി എക്സ്, വൈ ഈക്വൽ ടു വി എക്സ് എന്നെടുക്കും. ഓക്കെ, വൈ ഈക്വൽ ടു വി എക്സ് അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കണേ, വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ബൈ എക്സ് ആയിരിക്കും, അത് പ്രശ്നമൊന്നുമില്ല. വൈ ഈക്വൽ ടു വി എക്സ് എന്നെടുക്കും. എന്നിട്ട് ഈ രണ്ട് ഭാഗത്തും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമുണ്ട് കേട്ടോ, അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ വി വരും, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1, അപ്പോൾ വി പ്ലസ്, പ്രൊഡക്റ്റ് റൂൾ അല്ലേ. ഇനി എക്സ് അവിടെ നിൽക്കും, വിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ ഡി വി ബൈ ഡി എക്സ്. ഇത് നിങ്ങൾക്ക് അറിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം. ആൻഡ് വൈക്ക് പകരം നമ്മൾ കൊടുത്തത് വി എക്സ്. അപ്പോൾ വൈ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ വി എക്സ് കൊടുക്കാം. ആൻഡ് ലാസ്റ്റ് വി ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ വൈ ബൈ എക്സും വെച്ച് റീപ്ലേസ് ചെയ്യുക കേട്ടോ. ഇനി എക്സിന് പകരം ഒന്നും ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നുകൂടി എടുത്തെഴുതുന്നു. നിങ്ങളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയാണ്, ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യും, എന്താ, വൈയിലടുത്തൊക്കെ വി എക്സ് കൊടുക്കുക. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് നോക്കിക്കോ, എക്സ് പ്ലസ് വി എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇവിടെ നിന്നൊക്കെ എക്സ് ക്യാൻസൽ ചെയ്യാം. അതെങ്ങനെയാണ്? നോക്കടാ, എക്സ് കോമൺ എടുത്താൽ ഇവിടെ 1 വരും, പ്ലസ് ഇവിടെ നിന്ന് എക്സ് കോമൺ എടുത്താൽ വി ഡിവൈഡഡ് ബൈ എക്സ്. ഈ എക്സും ക്യാൻസൽ ചെയ്തൂടെ, അതായത് ഡി വൈ ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് വി. പക്ഷേ ഡി വൈ ബൈ ഡി എക്സിന് പകരം നിങ്ങൾ അത് റീപ്ലേസ് ചെയ്യണം. എന്ത്? വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ നോക്കിക്കോ, വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് വി, 1 പ്ലസ് വി. ഇനി എന്താ പ്രശ്നം എന്നറിയോ? നോക്കണേ, 1 പ്ലസ് വി ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഈ രണ്ട് ഭാഗത്തും നിങ്ങൾ വി കണ്ടോ? ശ്രദ്ധിച്ച് നോക്ക്, രണ്ട് ഭാഗത്തും നിങ്ങൾക്ക് വി കാണും. അപ്പോൾ ഈ വിയും ഈ വിയും അതേപോലെ ഇവിടെ ഒരു വി ഇല്ലേ, ഈ വിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ആ രണ്ട് വിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കിട്ടുന്നത് മാത്രം എന്താ നോക്ക്, എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നോക്കണേ, എക്സ് ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഇതും ആദ്യം, എക്സ് ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഏത് വേരിയബിൾ സെപ്പറബിൾ, ഡി എക്സ് ഉണ്ട്, എക്സ് ഉണ്ട്, അതൊക്കെ ഒരു ഭാഗത്ത് വരട്ടെ. അപ്പോൾ ഡി വി അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, 1 ഇൻറ്റു ഡി എക്സ് അല്ലേ, ബൈ ഡി എക്സ് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ ബൈ എക്സ് ആവും. ഓക്കെ, കഴിഞ്ഞു. ആൻസർ കഴിഞ്ഞിട്ടില്ല. ഇനി വേരിയബിൾ സെപ്പറബിൾ ചെയ്തൂടെ? തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വേരിയബിൾ സെപ്പറബിളൊക്കെ കഴിഞ്ഞ് രണ്ട് ഭാഗത്തുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ ഡി വി എന്താ? ഇൻ്റഗ്രൽ ഡി എക്സ് എന്താ? എക്സ്. ഇൻ്റഗ്രൽ ഡി വി എന്താ? വി. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്താ? ലോഗ് എക്സ്, ലോഗ് മോഡ് എക്സ്. അപ്പോൾ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇതാണ് ആൻസർ. കഴിഞ്ഞോ? ഇല്ല. വിക്ക് പകരം അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്താ? വൈ ബൈ എക്സ് അല്ലേ. അപ്പോൾ വിക്ക് പകരം വൈ ബൈ എക്സ് എന്ന് റീപ്ലേസ് ചെയ്യുക. വൈ ബൈ എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഒന്നുകൂടി അടിപൊളിയാക്കണമെങ്കിൽ ഈ ബൈ എക്സ് അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇങ്ങനെ എഴുതി കൊടുത്താലും പെർഫെക്റ്റായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഹോമോജീനിയസിൽ നിന്ന് സാധാരണ ചോദിക്കുന്ന ഒരു നല്ല ചോദ്യം ഇതാണ്. ഓക്കെ, ഇനി ഒരു 1-2 ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് റെഡിയാണെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കും. ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഒക്കെ ഉണ്ട്, ഇതേ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ചോദ്യങ്ങളൂടെയും തരാം. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം വരുന്ന ടേം എന്തായാലും ഡി വൈ ബൈ ഡി എക്സ് തുടങ്ങണം. അപ്പോൾ ഇവിടെ ഒരു എക്സ് ഇല്ലേ, അപ്പോൾ നിങ്ങൾ ആ എക്സിന് ഒഴിവാക്കാൻ വേണ്ടി എല്ലാ ടേമിനും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എന്തായി പോകും? എക്സ് ബൈ എക്സ് എന്ന് വരും. ആൻഡ് ഇവിടെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് 2x സ്ക്വയർ ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് ഇങ്ങനെയാണ്, ഡി വൈ ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ്. ഇവിടെയോ എക്സും ക്യാൻസൽ ചെയ്ത് 2x എന്ന് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ്, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ്
പി വൈ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ. ഇതാണ് ജനറൽ ഫോം. ഓക്കെ, അപ്പോൾ വൈയുടെ കൂടെ ഉള്ളത് എന്തോ അതാണ് പി പ്ലസ് പി എന്നാ. അപ്പോൾ വൈയുടെ കൂടെ ഇവിടെ ഉള്ളത് എന്താ -1/x. അപ്പോൾ പി ഈക്വൽ ടു എന്താണെന്നറിയോ -1/x. ക്യൂ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞുള്ളത് അതെന്താ 2x. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രമല്ല ചോദിച്ചത്. എന്താണ് ഇതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? IF എന്നാണ് നമ്മൾ എഴുതുക. IF എന്ന് പറഞ്ഞാൽ e⁻∫ p/dx. സംഭവം വളരെ ഈസിയാണ്. e⁻∫ p എന്താ നോക്ക് നിങ്ങൾ, -1/x ഇൻറ്റു dx. ഈ മൈനസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തെടുത്തിടാം. ഇൻ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ എന്താണ് log x. അപ്പോൾ e⁻−log x ഇതാണ് ആൻസർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം, log a⁻b എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് b log a. അപ്പോൾ ഇവിടെ ഈ മൈനസ് ഉണ്ടല്ലോ, ഇതിനെ എനിക്ക് പവറിലേക്ക് ഇടാം. സോ ഇതിനെ മാറ്റി എഴുതുന്ന സമയത്ത് e⁻log x-1 എന്ന് വരും. -1 അല്ലേ, പവറിൽ വരുമ്പോൾ അങ്ങനെ എഴുതാം. ഇയും ലോഗും വന്നാൽ ക്യാൻസൽ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താ, x⁻⁻1. x⁻⁻1 ആണെങ്കിൽ 1/x⁻1 എന്ന് എഴുതാം, 1/x എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ, 1/x. ഇത്രയേ ഉള്ളൂ പരിപാടി. കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. e⁻log x വന്നിട്ടുണ്ടെങ്കിൽ വെറും x എന്ന് എഴുതാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് കേട്ടോ. e⁻log x എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ഈസ് x. റെഡി? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്ക്. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ പിയും ക്യൂ ഒന്ന് ആദ്യം പറഞ്ഞു തന്നെ. എന്താ ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നെങ്ങനെ മനസ്സിലാക്കുക? dy/dx പ്ലസ് py = q എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും. അപ്പോൾ ഏകദേശം എല്ലാ ചോദ്യവും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അല്ലെങ്കിൽ dx/dy വരും പ്ലസ് px = q എന്നായിരിക്കും അപ്പോൾ ഉണ്ടാവുക. ഓക്കെ, അതങ്ങനെ വരാറില്ല. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വൈൻ്റെ കൂടെ ഉള്ളത് 1/x. അപ്പോൾ p = 1/x. വാട്ട് ഈസ് q? q എന്ന് പറഞ്ഞാൽ x². ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻∫ p/dx. e⁻∫ p എന്താ 1/x. അപ്പോൾ 1/x dx എന്ന് എഴുതാം. 1/xന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ്, log x അല്ലേ. അപ്പോൾ log x. ഇവിടെ നിങ്ങൾ പ്ലസ് സി ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതിൽ ഇയും ലോഗും ഒരുമിച്ച് വന്നാൽ എന്താവും, ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കിയുള്ളത് ആരാണോ അത് ആൻസർ x. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് x. ഇനി എന്താണെന്നറിയോ, ആകെ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ജനറൽ സൊല്യൂഷൻ, പ്രിൻസിപ്പൽ സൊല്യൂഷൻ ചോദിച്ചാൽ അത് എഴുതണം. സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് പഠിച്ചു വെക്കൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇതിപ്പോൾ ഏകദേശം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. ഓക്കെ, ജനറൽ സൊല്യൂഷൻ ഇങ്ങനെയാണ്. y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx പ്ലസ് c. ഇതാണെന്ത്, നിങ്ങളുടെ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ. അങ്ങനെയാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയത് x അല്ലേ. അപ്പോൾ y ഇൻറ്റു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q എന്താ x² കിട്ടിയിട്ടുണ്ട്. അപ്പോൾ x² ഇൻറ്റു ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ x ഇൻറ്റു dx പ്ലസ് ലാസ്റ്റ് ഇടേണ്ട c വരെ തന്നിട്ടുണ്ട്, ബാക്കി ചെയ്താൽ മതി. അപ്പോൾ yx ഈക്വൽ ടു ഇൻ്റഗ്രൽ x² ഇൻറ്റു x എന്ന് പറഞ്ഞാൽ x³ അല്ലേ, dx പ്ലസ് c. x³ ഒന്ന് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ആൻസർ എന്താ നോക്ക്, x³ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x⁴/4 പ്ലസ് c. കഴിഞ്ഞു. ഇത്ര ചെയ്താൽ മതി. വേണമെങ്കിൽ ഈ എക്സിന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഈ ടേം കൊണ്ടും ഡിവൈഡ് ചെയ്യാം, ഈ ടേം കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ചെയ്തിട്ടില്ലെങ്കിലും തെറ്റൊന്നുമില്ല. ഇതാണ് ആൻസർ. റെഡി? ഓക്കെ ആണല്ലേ? സോ നമ്മൾ ഇതിൽ ചെയ്യുന്ന അവസാനത്തെ ഈ ചോദ്യം കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റോപ്പ് ചെയ്യാം. നോക്കിക്കോ. കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx പ്ലസ് y ഇൻറ്റു tan x വിച്ച് ഈസ് ഈക്വൽ ടു sec x. ഞാൻ പറഞ്ഞു എന്താണോ വൈൻ്റെ കൂടെ ഉള്ളത് അത് പി ആൻഡ് ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ളത് ക്യൂ. അപ്പോൾ പിയും ക്യൂവും അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കണേ, പി ഈസ് ഈക്വൽ ടു tan x, ക്യൂ ഈസ് ഈക്വൽ ടു sec x. ആ രണ്ട് കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ IF പറഞ്ഞ് e⁻∫ p/dx. പി എന്ന് പറഞ്ഞാൽ tan x. e⁻∫ tan x dx. tan xന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ, ലോഗ് മോഡ് sec x. അപ്പോൾ e⁻log mod sec x. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ആൻഡ് ഈ ലോഗും ക്യാൻസൽ ചെയ്ത് പോയാൽ sec x മോഡ് sec x മാത്രമേ ഉണ്ടാവും. നമുക്കത് sec x എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അത് കിട്ടി, ഫൈൻ. ഇനി അടുത്ത നിങ്ങൾ സൊല്യൂഷൻ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ജനറൽ സൊല്യൂഷൻ അല്ലേ ചോദിച്ചത്. ജനറൽ സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക, y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx പ്ലസ് c. നോക്ക്, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ sec x. അപ്പോൾ y ഇൻറ്റു sec x വിച്ച് ഈസ് ഈക്വൽ ടു q എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരുന്നു കിട്ടിയത്, അതും sec x. അപ്പോൾ sec x ഇൻറ്റു sec x പിന്നെ ഒരു dx കൂടി പ്ലസ് c. sec x ഇൻറ്റു sec x എന്ന് പറഞ്ഞാൽ എന്താ, sec² x. അപ്പോൾ sec² x dx പ്ലസ് c.
y ഇൻറ്റു സീക്ക് എക്സ് ഈക്വൽ ടു y സീക്ക് എക്സ് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതെല്ലാവർക്കും അറിയുന്നതാ. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് y സീക്ക് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി. ഇതാണ് ജനറൽ സൊല്യൂഷൻ. കഴിഞ്ഞു. ഇനി ചോദ്യം നോക്കേ. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈങ് y ഈക്വൽ ടു 1 ആൻഡ് x ഈക്വൽ ടു π/4. y 1ഉം x π/4 ആകുന്ന സമയത്തുള്ള സൊല്യൂഷൻ എഴുതണം. അതായത് പെർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ നോക്കിയാൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് ഇനി നമുക്ക് വേണ്ടത്. പെർട്ടിക്കുലർ സൊല്യൂഷനിൽ നിങ്ങൾക്ക് തന്ന രണ്ട് കാര്യങ്ങൾ y 1ഉം x ഈക്വൽ ടു π/4. അപ്പോൾ നിങ്ങൾ നോക്ക്, y 1ഉം x π/4 ആകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ളത് y സീക്ക് എക്സ് ഈസ് ഈക്വൽ ടു പിന്നെന്തായിരുന്നു? ടാൻ എക്സ് പ്ലസ് സി. സീക്ക് എക്സ് എക്സിന് പകരം π/4 കൊടുക്കുക. y ഇൻറ്റു സീക്ക് π/4 വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ എക്സിന് പകരം π/4 ആണ്. അപ്പോൾ ദാ ടാൻ π/4 പ്ലസ് സി. വൈക്ക് പകരം 1ഉം. അപ്പോൾ ദാ 1 ഇൻറ്റു സീക്ക് π/4. സീക്ക് π/4 എന്താ? കോസ് π/4ൻ്റെ റെസിപ്രോക്കൽ. വാട്ട് ഈസ് കോസ് π/4? യെസ്, 1/√2. അപ്പോൾ 1/√2നെ തല തിരിച്ചിട്ടാൽ √2. അപ്പോൾ 1 ഇൻറ്റു √2. ടാൻ π/4 1 അപ്പോൾ 1 പ്ലസ് സി. സീൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യല്ലേ നമ്മുടെ ആദ്യത്തെ ആവശ്യം. √2 പ്ലസ് 1 ഇങ്ങോട്ട് വന്നാൽ -1. അപ്പോൾ ഇതായിരിക്കും ആക്ച്വലി ആര്? സി. ഇനി നിങ്ങൾക്ക് വേണ്ടത് പെർട്ടിക്കുലർ സൊല്യൂഷൻ അല്ലേ? അപ്പോൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ നിങ്ങളുടെ y സീക്ക് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി. ഇതിലെന്ത് കൊടുത്താൽ മതി? സിക്ക് പകരം √2 - 1 കൊടുക്കുക. അപ്പോൾ y ഇൻറ്റു സീക്ക് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സിക്ക് പകരം √2 - 1. ദിസ് ഈസ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് പഠിച്ചിട്ടില്ലെങ്കിലും ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഫങ്ഷൻസ് മാറി വരുന്നേ ഉള്ളൂ, പക്ഷേ ടൈപ്പൊക്കെ ഏകദേശം ഇത് തന്നെയാണ്. ചെറിയ ചാപ്റ്ററാണ്, കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. ഈ ചോദ്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ സെറ്റ്. അപ്പോൾ കാണാം.